ചില ന്യൂസുകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതുപോലൊരു ന്യൂസ് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. വിവാഹാചാരത്തിന്റെ ഭാഗമായി വരൻ വധുവിന്റെ വീട്ടിലേക്ക് വരുന്നൊരു പ്രക്രിയയുണ്ട്. അതനുസരിച്ച് വരൻ വധുവിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒപ്പം ഒരുപാട് സുഹൃത്തുക്കളും മറ്റാളുകളും ഒക്കെയും തന്നെ ഉണ്ടാവാറുണ്ട്. ഇതനുസരിച്ച് കണ്ണൂർ ഇരിട്ടിയിലെ വധുവിന്റെ വീട്ടിലേക്ക് വരനും സുഹൃത്തുക്കളും ചേർന്ന് വരികയും പക്ഷേ അവർ കാട്ടിക്കൂട്ടിയ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കണ്ട് ജമാഅത്ത് കമ്മിറ്റിക്കടക്കം എല്ലാവർക്കും ദേഷ്യം തോന്നുകയും അവർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ചെയ്തതിൽ ഒന്നും തന്നെ പുതുമയില്ലെന്നും ഇത് എല്ലാവരും ചെയ്യുന്ന രീതിയിലാണെന്നും പറഞ്ഞ് വരന്റെ സുഹൃത്തുക്കൾ നാട്ടുകാരുമായി തർക്കിക്കുന്നു. അവസാനം ആ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് പോവുകയും അവർ തമ്മിൽ ഉന്തും പിടിയുമൊക്കെ ഉണ്ടായതിനു ശേഷം പോലീസിനെ ആരോ വിവരമറിയിക്കുകയും ഉടനെ തന്നെ പോലീസ് എത്തുകയും പോലീസിന്റെ മുമ്പിലും ഇവർ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുകയും അവസാനം എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കി പോലീസ് അവരെ പിരിച്ചുവിടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും തോന്നുക എന്തിൻ്റെ കേടായിരുന്നു ആ വരനും വരൻ്റെ കൂട്ടുകാർക്കും, അവർക്ക് നല്ല രീതിയിൽ വന്ന് പോയാൽ പോരെ എന്നൊക്കെ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കും. അതോടൊപ്പം തന്നെ ആ ജമാഅത്ത് കമ്മിറ്റി അഭിനന്ദനം അറിയിക്കുന്നു എന്ന രീതിയിൽ അവരെ നമ്മൾ പുകഴ്ത്തി പാടുകയും ചെയ്യും. എന്നാൽ ഈ പറയുന്ന നമ്മളടക്കം എല്ലാവരും തന്നെ വീണ്ടും ഇതുപോലെ വരൻ്റെ സ്ഥാനത്ത് എത്തുകയും അതല്ലെങ്കിൽ വരൻ്റെ കൂട്ടുകാരുടെ സ്ഥാനത്ത് എത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ നേരെ തിരിച്ചായിരിക്കും ആലോചിക്കുക. നമ്മുടെ കല്യാണത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ എന്ന രീതിയിൽ, എൻ്റെ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇരിക്കട്ടെ എന്നും അത് എന്ത് വേണമെങ്കിലും സുഹൃത്തുക്കൾ ചെയ്തോട്ടെ എന്ന രീതിയിലായിരിക്കും എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. അതനുസരിച്ച് ഇവരുടെ സുഹൃത്ത് എന്ന രീതിയിൽ സുഹൃത്തുക്കളും ഇതൊക്കെയും തന്നെ ചിന്തിക്കുകയും പലതരത്തിലുള്ള കോപ്രായങ്ങൾ ഇവർ വധുവിന്റെ വീട്ടിലെത്തി കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. അതിൽ തന്നെ കാസർഗോഡ്, കണ്ണൂർ ഭാഗത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലുമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റുള്ള ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയുള്ളവർക്ക് വധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേക കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ബാൻഡ് മേളം, മറ്റൊന്ന് പടക്കം പൊട്ടിക്കൽ, അതോടൊപ്പം തന്നെ മാർഗ തടസ്സം സൃഷ്ടിക്കൽ, അങ്ങനെ പലതരത്തിലുള്ള കോപ്രായങ്ങളൊക്കെയും തന്നെ കാട്ടിക്കൂട്ടിയാണ് ഈ വരനും വരൻ്റെ സുഹൃത്തുക്കളും എപ്പോഴും വധുവിൻ്റെ വീട്ടിലേക്ക് എത്താറ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ വരൻ്റെയും കൂട്ടരുടെയും കോമാളിത്തരവും ക്രൂരമായ പ്രവർത്തനവും കണ്ട് അതിനെ ചോദ്യം ചെയ്ത വധുവിൻ്റെ പിതാവ് അവസാനം ഉന്തും പിടിയിലും പെട്ട് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുകയും പോലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വരൻ്റെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ വരുന്ന കൂടുതൽ ആളുകളും പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചൊക്കെയുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവർ പറയുന്നതൊന്നും ഇവർക്ക് കേൾക്കാനോ അറിയാനോ സാധിക്കുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള കോമാളിത്തരവും കണ്ടുപോയിട്ടുണ്ട്. അതിനുമുപരി വെറൈറ്റിക്ക് വേണ്ടി കൊറകച്ചന്റെ വേഷമിടുന്ന വരൻ, JCBയിൽ വരുന്ന വരൻ, കുതിരപ്പുറത്ത് കയറി വരുന്ന വരൻ, ഇങ്ങനെ പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ. ഞാൻ എന്തോ സംഭവമാണെന്ന തോന്നൽ വരന്റെ മനസ്സിലും ഇവനെയൊക്കെ തോളത്തേറ്റി വരുന്ന ഞങ്ങൾ അതിലും വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരായ സുഹൃത്തുക്കൾ, ഇവർ മാത്രം മതി ഒരു കല്യാണം മുടക്കാനും ആ പിതാവിൻ്റെയും കുടുംബക്കാരുടെയും കഷ്ടപ്പാടുകളൊക്കെയും തന്നെ ഒന്നുമല്ലാതാക്കി മാറ്റാനും. എന്ന് കരുതി ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇത് ഇല്ല എന്നല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഓരോ നാടുകളിലും ഇതിനെ കർശനമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു വിവാഹത്തിലും ഉണ്ടാവാൻ പാടില്ല എന്ന് നാട്ടുകാരും മറ്റും കർശന നിലപാടെടുത്താൽ പോലും മറ്റൊരു നാട്ടിൽ നിന്നാണ് വരനും സുഹൃത്തുക്കളും വരുന്നത് എന്നത് കൊണ്ട് തന്നെ ഈ നാടിന്റെ നിയമങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് പലതരത്തിലുള്ള കോമാളിത്തരവും കാണിച്ചു കൂട്ടുന്നു. ഒരുപാട് പേർക്ക് ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ പടക്കങ്ങളൊക്കെയും തന്നെ പബ്ലിക്കിൽ വെച്ച് പൊട്ടിക്കുകയും പലതരത്തിലുള്ള കോമാളിത്തരവും ഇവരൊക്കെയും തന്നെ കാണിക്കും. ആരെങ്കിലും ചോദ്യം ചെയ്താൽ കൂട്ടമായി അവരെ ആക്രമിക്കാൻ വരും. അതാണ് പലപ്പോഴും ഈ വരൻ സുഹൃത്തുക്കളും എന്ന രീതിയിൽ പല ആളുകളും കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ. ഇതൊക്കെയും തന്നെ മാറേണ്ട സമയമായെന്നും ഇതൊക്കെയും തന്നെ ആളുകൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നും എല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ നമ്മളുടെ സ്വയം അനുഭവത്തിൽ വരുമ്പോൾ നമ്മളും കാട്ടിക്കൂട്ടുന്നതൊക്കെയും ഇതുപോലെ തന്നെ. ഒരു വരൻ കൊറകച്ചന്റെ വേഷമിട്ട് വധുവിന്റെ വീട്ടിലേക്ക് പോവുകയും അതിനെതിരെ കൊറകച്ചന്റെ വേഷമിട്ട് എന്ന രീതിയിൽ വളരെയധികം വിവാദം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ കൊറകച്ചന്റെ വേഷം ചെയ്ത് അപമാനിച്ചു എന്ന രീതിയിൽ അവനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെയും തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതുവരെയുള്ള വരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കോപ്രായങ്ങളിൽ ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വന്ന വരനും അവൻ തന്നെയായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും പിന്നീട് അവൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണം ഉണ്ടെങ്കിലും അവരൊക്കെയും തന്നെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവൻ എൻ്റെ കല്യാണത്തിന് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് തന്നെ തിരിച്ച് ഞാനും അവൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ചെയ്യണം എന്ന രീതിയിലാണ് പല ആളുകളും ചിന്തിക്കുന്നത്. എന്തു തന്നെയായാലും ഇതുപോലുള്ള കോപ്രായങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു എന്നിരുന്നിട്ട് പോലും വീണ്ടും വീണ്ടും ഇത് കാട്ടിക്കൂട്ടുന്നവരെ മന്ദബുദ്ധികൾ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്?